വെൽക്കം ബാക്ക് ടു കേരളാസ് നമ്പർ 1 FM ക്ലബ് FM. ഇത് ലവ് ഫൈറ്റ്സ്. ഞാൻ റീനു. ഞാൻ നിന്നെ എന്തോരവാ സ്നേഹിക്കുന്നേ. നിനക്കത് അറിയില്ല. എനിക്കുള്ളതെല്ലാം നിനക്ക് വേണ്ടി ഞാൻ റിസ്ക് ചെയ്യുക. നിനക്കെൻ്റെ ഇഷ്ടം മനസ്സിലാവുന്നില്ല കുട്ടി. എൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത നിനക്കറിയില്ല. നീ മനസ്സിലാക്കുന്നതിലും ഒരുപാടേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്നെ തിരിച്ചത്രയും സ്നേഹിക്കുന്നില്ല. ഇങ്ങനൊരു പരാതി കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ. നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലേ? ഇത് പ്രണയത്തിലെ ഒരു വേദനയാണ്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കും. നമുക്കുള്ളതെല്ലാം അയാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യും. തിരികെ പ്രതീക്ഷിക്കാതെ പ്രണയം കൊടുക്കണം എന്ന് പറയാറുണ്ടെങ്കിലും നമുക്കറിയാതെ തോന്നും നമ്മൾ കൊടുക്കുന്ന ആ പ്രണയത്തിന് അവൻ വില തരുന്നില്ല എന്ന്. തിരികെ കിട്ടാത്ത ഈ പ്രണയം ഒരു വേദനയല്ലേ? എൻ്റെ അടുത്ത് പറയൂ. 56070 ഒരു മെസ്സേജായിട്ട് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. സ്റ്റേ ട്യൂൺ ടു ലവ് ഫൈറ്റ്സ് ഓൺ ക്ലബ് FM. ടൺ കണക്കിന് റൊമാൻസ്. എൻ്റെ ചക്കര ഇച്ചേട്ടാ, ഐ ലവ് യു സോ മച്ച്. പ്ലീസ് ഡെഡിക്കേറ്റ് എ ലവ് സോങ് ഫോർ മൈ ഡിയർ ലിജൻ എന്ന് ഐശ്വര്യ ക്ലബ് FMലെ ലവ് ഫൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇച്ചേട്ടൻ ആരാന്ന് കുറച്ച് കാലമായിട്ട് ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അവസാനം മറന്നേക്ക് പുറത്ത് വന്നല്ലോ. പിന്നെ റീനു ഒരു നല്ല പാട്ട് വെച്ച് തരുമോ? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പിന്നെ ക്ലബ് FMൻ്റെ ക്രൂവിനും എനിക്കും ലെവിൻ നിനക്ക് വേണ്ടിയും പാട്ട് വന്നിട്ടുണ്ട്. പിന്നെ സോണിയ, ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു എന്ന് അച്ചു പറഞ്ഞിരിക്കുന്നു. മിന്നൂസേ ഐ മിസ് യു എന്ന് വേറൊരച്ചു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ജയരാജ് എന്നാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ അവളെ സ്നേഹിക്കുന്നു. അയ്യോ, ബാക്കി എന്ത് അയക്കുമ്പോൾ ഫുൾ മെസ്സേജായിട്ട് അയക്കണ്ടേ? പിന്നെ എൻ്റെ അടുത്തൊരു ഹായ് സഞ്ജീവ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സഞ്ജീവ്. അഞ്ജന, ഐ ലവ് യു സോ 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 മച്ച് എന്ന് അനൂപാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഓ, ലെവിൻ കണ്ണടച്ചിരിക്കുക. എന്നെ നല്ലത് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. എന്താ ഇങ്ങനെ? ക്ലബ് FMലെ ലവ് ഫൈറ്റ്സിൽ എന്തായാലും ഒരു പ്രണയ ഗാനമുണ്ട്. അത് കേട്ട് ഞാൻ എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ നടക്കട്ടെ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. യു ആർ ലിസ്ണിംഗ് ടു കേരളാസ് നമ്പർ 1 FM ക്ലബ് FM. ഇത് ലവ് ഫൈറ്റ്സ്. ഞാൻ റീനു. വിളിച്ചുകൊണ്ടിരിക്കുന്ന അരുണിനെയാണേ. ഹലോ. നമ്മുടെ കല്യാണത്തിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചു. ഹലോ, ഇതാരാ? കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആരാന്നോ? നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ കല്യാണം ആലോചിച്ചതെല്ലാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പേര് തന്നെ എടുത്ത് ചോദിക്കണോ? ഹലോ, നിങ്ങൾ ആദ്യം നമ്പർ നോക്കി എന്നിട്ട് വിളിച്ചു. ഞാൻ നമ്പർ പറയാം. 963315. പിന്നെ ഇത് ശരിയല്ല ഇവിടം വരെ? ആ, ഞാൻ അറിയാതെ വിളിച്ചൊന്നുമല്ല. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചതാ. അപ്പോ ബാക്കി ഞാൻ പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പെൺകുട്ടികളെ വിളിക്കും. ക്ലബ് FMലെ ലവ് ഫൈറ്റ്സ് എന്നാണ്. എന്നെ ഉപേക്ഷിക്കല്ലേ പ്ലീസ്. അപ്പൊ എന്നെ കല്യാണം കഴിക്കുക എങ്ങനെയാ? എനിക്ക് അങ്ങോട്ടേ ഉള്ളൂ. അശോ, എന്നെ കല്യാണം കഴിക്കണേന് ഇപ്പൊ എന്താ? ഞാൻ റെഡിയല്ലേ? വേണ്ട, എന്നെ കല്യാണമൊന്നും കഴിക്കണ്ട. ഞാനൊരു മെസ്സേജ് വായിച്ചിട്ട് വിളിച്ചതാ. അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ക്ലബ് FMലെ ലവ് ഫൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FMലെ ലവ് ഫൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ അരുൺ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുവാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി മനസ്സിലാക്കുന്നില്ല എന്നാ പറഞ്ഞത്. എന്താണ് സംഭവം? നമ്മൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങോട്ട് സ്നേഹം വരുന്നില്ലേ? ഇല്ല. നമ്മൾ എന്തെങ്കിലും വേണ്ടാത്തിനും കാണിച്ചോ? ഈ കുട്ടി സ്റ്റുഡന്റ് വല്ലതാണോ? സ്റ്റുഡന്റ് ആണ്, പക്ഷേ എന്റെ സബ്ജക്ട് അല്ല, വേറെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമുക്ക് ആ സബ്ജക്റ്റ് ടെൻഷൻ അടിക്കണ്ട. അതെന്താ നോ പറയുന്നത്? അറിയില്ല. വീട്ടുകാരുടെ സമ്മതം. വീട്ടിൽ പോയി സംസാരിച്ചാ പോരെ? എനിക്ക് ഏജ് ഒന്നും ആയിട്ടില്ല. 21 ആയിട്ടേ ഉള്ളൂ. 21 വയസ്സായി കഴിഞ്ഞപ്പോ കല്യാണം കഴിക്കണ കാര്യമോ? വേണ്ട 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 വേണ്ട. ഒരു 3-4 വർഷം കൂടെ കഴിഞ്ഞിട്ട് മതി. കുറച്ചാളോടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോ റിപ്ലൈ പോസിറ്റീവ് ആയാലോ? ഇങ്ങോട്ടുണ്ടെന്നാ തോന്നണേ, പക്ഷെ പറയാ ഒരു മടി പോലെ. ഓ, അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കൊടുക്കുന്നുണ്ട്. തുറന്നു പറയാനുള്ള മടിയാണ്.
അപ്പൊ അരുണിന്റെ പ്രണയം ഒരു ദിവസം പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അരുൺ ഇത്രയേറെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിയും ആ സ്നേഹം തരൂന്ന് എന്നാണ് എന്റെ വിശ്വാസം. കൊടുത്തോണ്ടിരുന്നാ മതി അരുൺ, തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് അടുത്ത പാട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ബൈ. ഇതുപോലെ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ റീനുവിന്റെ അടുത്ത് സംസാരിക്കണോ എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.